ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയിൽ എടുക്കുന്ന വീഡിയോ കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, വർഷങ്ങളായിട്ട് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്തെന്ന് പറഞ്ഞാൽ കുടജാദ്രി പോകുക എന്നുള്ളത്. അങ്ങനെ ഒരുപാട് തവണ ഞാൻ കൊല്ലൂർ ക്ഷേത്രം പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതുവരെ എനിക്ക് കുടജാദ്രിയിൽ പോകാൻ പറ്റിയിട്ടാ. പക്ഷേ ഇന്ന് എൻ്റെ ആ ആഗ്രഹം നിറവേറാൻ പോവുകയാണ്. ഞങ്ങളിന്ന് കുടജാദ്രി പോവുകയാണ്. കൊല്ലൂരിൽ നിന്ന് ഏകദേശം ജീപ്പിൽ തന്നെ ഏകദേശം ഒരു 1-2 മണിക്കൂർ യാത്രയുണ്ട്. അത് കഴിഞ്ഞിട്ട് കാൽനട യാത്ര തന്നെ 3/4 മണിക്കൂർ 1 മണിക്കൂർ ഉണ്ട് കേട്ടോ കുടജാദ്രി എത്താൻ വേണ്ടിയിട്ട്. ശരിക്കും ഓഫ് റോഡാണ്. എന്താ പറഞ്ഞാൽ നമ്മളെ കാറൊന്നും അങ്ങോട്ടേക്കൊന്നും പോകില്ല കേട്ടോ. അതുപോലത്തെ റോഡാണ്. നമ്മൾ സെപ്പറേറ്റ് ജീപ്പാക്കിയിട്ട് പോകണം. ഏകദേശം ഒരു 7 ആൾ ഒരു ജീപ്പിൽ എടുക്കുന്നുണ്ട്. ഒരാൾക്ക് 400 രൂപ വെച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈ 400 രൂപ ഒന്നും ഒരാൾക്ക് 400 രൂപ ഒന്നുമല്ല. കാരണം അതുപോലത്തെ റോഡാണ്. അത് റോഡാണോ എന്നാണ് സംശയം ശരിക്കും പറഞ്ഞാൽ. അത് കല്ലാന്ന് മൊത്തം. നമ്മളിങ്ങനെ കുലുങ്ങിയാണ് യാത്ര ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം ഒരിക്കലെങ്കിലും ജീവിതത്തിൽ. ഞാൻ യാത്ര ചെയ്ത ആ ഫീലുകൊണ്ട് ഞാൻ പറയാന്ന്. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണെന്ന് പറയുന്നത് കുടജാദ്രി എന്ന് പറയുന്നത്. എന്താ പറഞ്ഞാൽ അവിടേക്കുള്ള യാത്ര അങ്ങനെയാണ്. ആത്മീയതയും അതുപോലെ തന്നെ പ്രകൃതി സൗന്ദര്യം എല്ലാം ഒത്തിണങ്ങിയ ഒരു പ്ലേസ് തന്നെ പറയാം കേട്ടോ. ഇതിലെ ഓരോ സ്ഥലത്തിനും ഓരോ സ്റ്റോറി പറയാനാണ് കേട്ടോ. ഓരോ ഐതിഹ്യങ്ങളുണ്ട്. നമ്മുടെ ഈ റോഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഷെയ്ക്ക് ആവുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഫോണൊന്നും നിങ്ങൾക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല. അത്രക്കും ഓഫ് റോഡിലൂടെയാണ് നമുക്ക് ജീപ്പിൽ യാത്ര ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് ജീപ്പ് നോക്കി എത്രയാ ജീപ്പ് ഉള്ളത്. ഇതിന് ശേഷം ജീപ്പൊന്നും പോകില്ല. പിന്നെ നമുക്ക് നടന്നിട്ട് തന്നെ പോകണം. ഏകദേശം ഒരു 3/4 മണിക്കൂറുണ്ട് നമുക്ക് കാൽനടയായിട്ട് പോകാൻ. ആ കാൽനടയായിട്ട് നോക്കിയ റോഡൊക്കെ നിങ്ങൾക്ക് കുത്തനെ അങ്ങ് കയറിപ്പോകണം കേട്ടോ. ശരിക്കും ഞാൻ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ച് പോയതാണ്. രാവിലെ എത്തിയാലുണ്ടല്ലോ വിറഞ്ഞാട്ടെ ഈ പ്ലേസിന് സൗന്ദര്യം എന്ന് പറയുന്നത്. കുറേ ആൾ ധന്യൊക്കെ ഓൾറെഡി പോയതാണ്. അവൾ രാവിലെ പോയിട്ടാണ് ഉണ്ടായിരുന്നത്. അവളൊരു ഫുൾ മഞ്ഞായിട്ട് ഒന്നും കാണില്ല, ആ റോഡ് മാത്രം കാണും. നമ്മൾ ഉച്ചക്കാണ് പോയത്. ഉച്ചക്ക് വെയിലുണ്ടായതുകൊണ്ട് തന്നെ ഈ അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അടിപൊളിയാണ് ശരിക്കും. അത് ഒരു ജസ്റ്റ് നമ്മൾ ഒന്ന് തെന്നി വീണ വലിയ കുഴിയിലോട്ടാണ് വീഴുന്നത്. ചെറിയൊരു റോഡും അങ്ങനെ റിസ്ക് ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അത്രയ്ക്കും വൈബ് തരുന്നൊരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റോഡാണോ എന്താണെന്നല്ലേ. അതുപോലത്തെ വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അഡ്വഞ്ചേഴ്സ് അതുപോലെ തന്നെ പിന്നെ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ്. പിന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഇവിടെ ഈ സ്ഥലത്തിന് പറയാനായിട്ടാ. പിന്നെ ശങ്കരാചാര്യർ തപസ്സിരുന്ന സ്ഥലമാണ്. ഞാനിതാ കാണാൻ പോവുകയാണ്. ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാട്ടോ ഓരോ സ്റ്റെപ്പും മുമ്പിലോട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഓരോ കാര്യങ്ങളെ ഞാൻ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അങ്ങനെ ഞാൻ അവസാനം ആ സ്ഥലത്തേക്ക് എത്തിയിട്ട് ഞങ്ങളെ 1 മണിക്കൂർ എടുത്തെന്ന് തോന്നുന്നു നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സ്ഥലം എത്തുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മനസ്സിലുണ്ടാവുന്നത്. അതിനകത്തേക്ക് പോകണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഭയങ്കര തിരക്ക് പോയിട്ടുണ്ട്. എന്നാലും തിരക്കാണ്. പക്ഷെ നല്ല ഫ്രീ ആയി പോകാൻ പറ്റില്ല. ഭയങ്കര തിരക്കിട്ട് പോയി ഒരു 5 മിനിറ്റ് ഞാൻ അകത്തിരുന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ടാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഈ സ്ഥലം മാത്രമേ, ഇതിന് അപ്പുറത്ത് ഒരു സ്ഥലമുണ്ട്. പക്ഷെ അങ്ങോട്ടേക്കൊന്ന് സുരക്ഷേൻ്റെ ബേസിൽ അവർ നമ്മളെ വിടുന്നില്ല അങ്ങോട്ടേക്കൊന്നും. പിന്നെ എന്തായാലും എനിക്ക് എൻ്റെ ആഗ്രഹം നിറവേറി. ഇനി നിങ്ങളും ഒരു ദിവസം വിസിറ്റ് ചെയ്യണം കേട്ടോ ഈ സ്ഥലം. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഈ വിസിറ്റ് ചെയ്തവർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ എക്സ്പീരിയൻസ് ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോയിൽ. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ബൈ.